നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെ ഇന്ന് വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം. എപ്പോഴും തുടർച്ചയായിട്ട് പറയാറുള്ളതാണ്, മാർക്കറ്റിൽ വലിയൊരു മൊമെൻറ്റം റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ക്യാച്ച് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകളാണ് നമ്മൾ നൽകാറുള്ളത്. അപ്പോൾ എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്യണമെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വേണം. സപ്പോർട്ട് റെസിസ്റ്റൻസ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു കൃത്യമായിട്ടൊരു എൻട്രി നമുക്ക് ലഭിക്കില്ല. അപ്പോൾ നിഫ്റ്റി ആയാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ശ്രദ്ധിക്കുക, നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് 22,075 അപ്പോൾ നിഫ്റ്റി ആയാലും 22,075 മുകളിലേക്ക് നിഫ്റ്റി ആയാലും സസ്റ്റെയിൻ ചെയ്തപ്പോൾ നിഫ്റ്റി ആയാലും ഒരു ബൈയുടെ ഒരു സെന്റിമെന്റ് ആയിരുന്നു, ഇൻട്രാഡേ ബൈയുടെ ഒരു സെന്റിമെന്റ് ആയിരുന്നു. തുടക്കത്തിൽ ഒരു സൈഡ് വേസ് ഒരു മൊമെന്റ് നിലനിർത്തിയെങ്കിലും നമ്മൾ അടുത്തൊരു റെസിസ്റ്റൻസ് നൽകിയിരുന്നത് 22,190. അപ്പോൾ നിഫ്റ്റി എക്സാക്റ്റ് ആയിട്ട് 22,190 റെസിസ്റ്റൻസിന്റെ അടുത്ത് ഒന്ന് 22,190 അടുത്ത് ജസ്റ്റ് ഒരു ലൈൻ ഒന്ന് വരച്ച് നോക്കുക. നമ്മൾ പറയാറുള്ളതാണ്, അതായത് ഇതിന്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഇനി അടുത്തൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നിഫ്റ്റി എക്സാക്റ്റ് ആയിട്ട് വളരെ എക്സാക്റ്റ് ആയിട്ട് ഇവിടുന്ന് റിവേഴ്സ് ആയി, അതിനുശേഷം ആയാലും നിഫ്റ്റി 22,123 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്ലോസിങ് തെറ്റാണ്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ ഈ ഒരു കറണ്ട് ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. ഇപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസിന്റെ ഒരു മുകളിൽ നിലനിൽക്കാതെ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. മാർക്കറ്റിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു ഫാൾസ് മൊമെന്റുകളൊക്കെ കാണിക്കും, പക്ഷെ എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് അനലൈസ് ചെയ്താലാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്ന് സംഭവിച്ചു നോക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് പറഞ്ഞാൽ എത്രയാണെന്ന് ശ്രദ്ധിക്കുക, 46,940. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ 46,940 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ റെസിസ്റ്റൻസിന്റെ അടുത്ത് എപ്പോഴും ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് കിട്ടും. 46,800 എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ 46,675 എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, ഇത് രാവിലത്തെ ഒരു ഓപ്പണിങ്ങിൽ തന്നെ ഈ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലായിരുന്നു. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു ബൈയുടെ സെന്റിമെന്റിലായിരുന്നു. അതിനുശേഷം എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് റിവേഴ്സ് ആയതിനു ശേഷം 46,675. അപ്പോൾ ഇതാണ് നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ടിന്റെ ഒരു പവർ എപ്പോഴും ശ്രദ്ധിക്കുക. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് അവസാനത്തെ ഒരു സെക്ഷനിൽ ബൗൺസ് ചെയ്തത് 46,851 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഇൻട്രാഡേയിൽ നമുക്ക് ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കാം. അപ്പോൾ അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിനെ മാനേജ് ചെയ്യുന്ന രീതി എപ്പോഴും ശ്രദ്ധിക്കുക. നിഫ്റ്റിനെ രണ്ട് സൈഡിലേക്കും മൂവ്മെന്റ് ക്യാച്ച് ചെയ്താലാണ് നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആയാലും ഷോർട്ട് സെന്റഡ് ഓപ്പർച്യൂണിറ്റി ആയാലും ഇപ്പോഴത്തെ ഒരു സെന്റിമെന്റിൽ യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. കാരണം ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു വൺ സൈഡ് മാർക്കറ്റ് ആയിട്ടല്ല നമുക്ക് ട്രെൻഡ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നത്, ബോത്ത് സൈഡിലേക്കുള്ളൊരു സെന്റിമെന്റിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റികൾ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും കൃത്യമായിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ചെയ്താലാണ് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കാൻ സാധിക്കുന്നത്. ഏതാണ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ഹയർ ലെവൽ റെസിസ്റ്റൻസ് കാണുന്നത് ഇന്ന് നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ് 22,190. അപ്പോൾ ഇതിനൊരു മുകളിൽ നിഫ്റ്റി നിലനിന്നാൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് 22,260 റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇൻ കേസ് ഇതിൻ്റെ ഒരു താഴെയാണ് നിലനിൽക്കുന്നതെങ്കിൽ ഷോർട്ട് സെല്ലിന്, ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഇതിൻ്റെ താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. പക്ഷേ 22,160 ബ്രേക്ക് ചെയ്താലാണ് താഴത്തേക്ക് ഒരു വീക്ക്നെസ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പണിംഗ് തന്നെ ഇതിൻ്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് തന്നെയാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 22,070 അടുത്തൊരു സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ 22,070 താഴെ സപ്പോർട്ട് ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സപ്പോർട്ട് ക്വിക്കായിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണ്, ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ടിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു റെസിസ്റ്റൻസിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 22,45 താഴെ സപ്പോർട്ട് കാണുന്നത് 21,000
945, 945, അതുപോലെ തന്നെ 910, 910, 945 സപ്പോർട്ട്. അതിനുശേഷമായാലും നിഫ്റ്റിയുടെ അടുത്ത സപ്പോർട്ട് ലോവർ ലെവല് 21,800 അടുത്താണ് സപ്പോർട്ട് കാണുന്നത്. 830 സപ്പോർട്ട് കാണുന്നത്. നിഫ്റ്റിയുടെ ഒരു കറണ്ട് ഒരു സെന്റിമെന്റിലായാലും ലോവർ ലെവലായാലും നല്ല സപ്പോർട്ടുകളുണ്ട്. നിഫ്റ്റിക്ക് 21,800 വരെ സപ്പോർട്ടായിട്ട് കാണുന്നുണ്ട്. 800 താഴെയാണ് ആ ഒരു വീക്ക്നെസ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ട് മാനേജ് ചെയ്താലാണ് എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഹയർ ലെവൽ റെസിസ്റ്റൻസ് കാണുന്ന 46,945 റെസിസ്റ്റൻസ് കാണുന്നത്. അതുപോലെ തന്നെ ഇൻ കേസ് ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ട് ഉണ്ട്. 46,760 സപ്പോർട്ട് വരുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഓപ്പൺ ചെയ്യുന്ന ഒരു സപ്പോർട്ടിന്റെ താഴെയാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യണം. റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിനാണ് സാധ്യത കാണുന്നത്. പക്ഷെ തൊട്ട് താഴെ സപ്പോർട്ട് ഉണ്ട്. 46,675 സപ്പോർട്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റിയോ ബൈ ഓപ്പർച്യൂണിറ്റിയോ യൂട്ടിലൈസ് ചെയ്യാം. 675 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 575 സപ്പോർട്ട് ഉണ്ട്. 575 താഴെ സസ്റ്റെയിൻ ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആണ് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും വലിയ ഷെയർ ഓൺ കമ്പനിയിൽ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.